പാലക്കാട് BJP പ്രവർത്തകർ വോട്ടർമാർക്ക് പണം വിതരണം ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ദൃശ്യങ്ങൾ പകർത്തിയവരെ അടിച്ച് കരണക്കുറ്റി പൊട്ടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന പാലക്കാട് NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ. വോട്ടർമാർക്ക് പണം BJP പ്രവർത്തകർ BJP നേതാക്കൾ എത്തി പണം നൽകുന്നു. അതിനുശേഷം ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ ഫോട്ടോ എടുക്കരുത് എന്നതടക്കമുള്ളവ പറയുന്നു. പിന്നീട് ക്യാമറയുടെ മുന്നിൽ നിന്നും ആ വൃദ്ധയായ മനുഷ്യനെ വിളിച്ചും ആ വോട്ടറെ മാറ്റി നിർത്തി പണം കയ്യിൽ കൊടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇതാ കൈരളി ന്യൂസ് പുറത്തുവിടുന്നത്. ഒപ്പം കണ്ണാടി മേഖലയിൽ പണം വിതരണം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഇതിന്റെ വിവരങ്ങളുമായി ദൃശ്യങ്ങൾ ഇതാ ശോഭ ನೀವು ചെയ്യരുത് കേട്ടാ. ನೀವು ചെയ്യരുത് കേട്ടാ. ನೀವು ചെയ്യരുത് കേട്ടാ. കൂടുതൽ വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് കൂടി ദൃശ്യങ്ങൾക്കൊപ്പം ചേരുകയാണ്. സന്തോഷ് സർലിംഗ്, അതായത് 1 പൈസ കൊടുത്തു എന്ന് BJP നേതാവ് പറയുന്ന വാക്കുകൾ, 2 പൈസ കൊടുക്കുന്ന ദൃശ്യങ്ങൾ, 3 ശോഭാ സുരേന്ദ്രനെത്തി ഈ വീഡിയോ എടുത്തവരെ ഭീഷണിപ്പെടുത്തുന്നത് അതും കാണാം. പൈസ മാറ്റി നിർത്തി വൃദ്ധയ്ക്ക് കൊടുക്കുന്നതും കാണാം. പൈസ കൊടുത്തു എന്ന് പറയുന്നതും കാണാം. ഇനി വോട്ട് ചെയ്യണമെന്ന് പറയുന്നതും കേൾക്കാം. അതിനുശേഷം ശോഭാ സുരേന്ദ്രൻ ആ ഫോട്ടോ എടുത്തവരെ, ദൃശ്യങ്ങൾ പകർത്തിയവരെ ഒക്കെ ഭീഷണിപ്പെടുത്തുന്നതും കാണാം. സന്തോഷ് സർലിംഗ്. അജിംഷാദ്, ഇന്ന് നിശബ്ദ പ്രചരണമാണ്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളെല്ലാവരും ഓരോ സ്ഥലങ്ങളിലെത്തി അവരുടെ ബന്ധപ്പെട്ടവരെ സുഹൃത്തുക്കളെയൊക്കെ കാണുന്നതാണ് പതിവ്. അപ്പോൾ അതിനിടയിലാണ് ഇപ്പോൾ ഈ കണ്ണാടി പഞ്ചായത്തിൽ ഇപ്പോൾ NDA ശോഭാ സുരേന്ദ്രൻ ഒരു 4-5 വാഹനങ്ങളായി, നമ്മൾ ആ ദൃശ്യം കണ്ടു, വാഹനങ്ങളായി ഇവിടെ പ്രചരണത്തിന് എന്ന പേരിലെത്തിയത്. ഈ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ദൃശ്യങ്ങളിൽ കാണാം, ആ വീടാണ് ശോഭാ സുരേന്ദ്രൻ്റെ. ആ അണികളൊക്കെ ചെന്ന് പൈസയൊക്കെ നൽകിയ ആ സ്ഥലത്താണ്, ആ വാർഡിലാണ് ഞാൻ ഇവിടെ ഉള്ളത്. ഇതിൻ്റെ തിരുവാക്കുറിശി വാർഡാണ്. അതായത് കണ്ണാടി പഞ്ചായത്തിലെ 16-ാം വാർഡ് തിരുവാക്കുറിശി. ഏറ്റവും ശ്രദ്ധേയമായത് ഇത് LDFൻ്റെ വാർഡാണ്. ഈ കണ്ണാടി പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഈ വാർഡിൽ നിന്നാണ്. അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട്, രഞ്ജിത്ത്. ഈ സംഭവം അറിഞ്ഞാണ് അവിടെ രഞ്ജിത്ത് എത്തിയത്. അതായത് LDFൻ്റെ ഒരു വാർഡ് കൂടിയാണ് കണ്ണാടിയുടെ ശക്തി കേന്ദ്രമാണ് LDFൻ്റെ. അവിടെയാണ് പൈസ നൽകി വോട്ട് വാങ്ങിക്കാൻ ശ്രമിച്ചത്. എന്തായാലും കണ്ണാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടി വാർഡാണ്. എന്താ സംഭവം നമുക്ക് ആദ്യം ചോദിക്കാം. എന്താ ഇവിടെ സംഭവിച്ചത്, എന്താ അറിഞ്ഞത്? ഇവിടെ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അവസാന ഘട്ടം എത്തുമ്പോൾ LDF ജയിക്കുമെന്ന പ്രതീതി പാലക്കാട് മണ്ഡലത്തിലുടനീളം ഉണ്ടായി. ആ ഭീതി UDFൻ്റെയും BJPയുടെയും സ്ഥാനാർത്ഥികൾ ഉള്ളിലുണ്ട്. ആ ഉള്ളിലുള്ള ഭീതിയാണ് വില കൊടുത്താണെങ്കിലും വോട്ട് വാങ്ങിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് ഇത്തരം നീചമായ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നത്. ഇത്തരം നീചമായ പ്രവർത്തനങ്ങൾക്കെല്ലാം നാളെ കൃത്യമായി കണ്ണാടി ഗ്രാമപഞ്ചായത്തും പാലക്കാട് മണ്ഡലവും മറുപടി പറയുന്നത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഇവിടെ കൊട്ടിക്കലാശം ഉണ്ടായിരുന്നപ്പോൾ പൈസ കൊടുത്ത് സാരി വാങ്ങിച്ചു കൊടുത്ത ആളുകളല്ലാതെ പ്രവർത്തകർ പോലും സാധാരണ നിലയിൽ കുറവായിരുന്നു ഉണ്ടായിരുന്നത്. സാരി കൊടുത്ത് വാങ്ങിച്ച ആളുകൾ മാത്രമാണ് പ്രചരണത്തിന് എത്തിയിരുന്നത്. ഈ നിലയിൽ നിലംപരിശാവുന്ന സ്ഥിതിയാണ് BJP ഉണ്ടായത്. അതിൻ്റെ ഭാഗമായാണ് വോട്ട് വിലയ്ക്ക് വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഇത്തരം ശ്രമങ്ങൾ നടത്തിയത്. ഈ തരൂക്കുറിശി എന്ന് പറയുന്ന വാർഡ് ഉൾപ്രദേശമായതുകൊണ്ട് ഇത്തരം ഉൾപ്രദേശങ്ങളുള്ള വാർഡുകളിലേക്ക് വന്ന് കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അത്തരം തീരുമാനങ്ങളെ ഈ ജനങ്ങൾ പുച്ഛിച്ചു തള്ളുമെന്നതിൽ യാതൊരു സംശയമില്ല.